യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്നിവിടെ ഉപ്പുമാവാണ് രാവിലെ. ഞാൻ രണ്ടപ്പം ഉപ്പുമാവ് ഉണ്ടാക്കാൻ റവ വറുത്ത് വെച്ചിട്ടുണ്ട്. ഉരുളി അടുപ്പിൽ വെച്ച് അതിനകത്ത് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്ത് അതിനകത്ത് ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലയും ഉണ്ട്. അതൊന്നപ്പോൾ കടുകെല്ലാം പൊട്ടി അതിൽ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ശകലം ഉഴുന്നിട്ട് കൊടുക്കാം. ഒരു ശകലം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ശകലം എണ്ണ ഒരു ശകലം നെയ്യും കൂടെ ചേർക്കാം. ശകലം നെയ്യായിട്ട് ഒന്ന് മൂക്കട്ടെ. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് മസാലയായിട്ട് അതെല്ലാം ഒന്ന് മൂക്കട്ടെ കിടന്നു. ഇപ്പം രാവിലെ ആരിഷിന് പഠിത്തം ഇല്ലാത്തത് കൊണ്ട് ആരിഷ വീഡിയോ എടുക്കുന്നത്. ആരിഷിന് പരീക്ഷയായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവധിയുണ്ട്. അപ്പം ഉള്ളി ഇതുമെല്ലാം വെക്കും. അപ്പം അതിൻ്റെ കൂടെ ഒരു ശകലം ഉഴുന്നിട്ട് കൊടുക്കാം. ശകലം ഉഴുന്ന് അതൊന്ന് നോക്കട്ടെ. അതും കൂടെ ഒന്ന് മൂത്ത് വന്നട്ടെ. ആ ഉഴുന്നെല്ലാം നല്ലത് ചുമന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ നീക്കിയിട്ട് നമുക്ക് ഒന്നുകൂടെ മൂപ്പിക്കാം. എല്ലാം നല്ലപോലെ മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മൂത്ത് വന്നോട്ടെ. മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതുകൂടെ ഒന്ന് മൂത്തോട്ടെ. ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും ഉഴുന്നും എല്ലാം നല്ലപോലെ ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം കുറച്ച് വെള്ളം കുറച്ച് വെള്ളം. അപ്പോഴാ വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ. ഇതുണ്ട് ഇത്രയും ക്യാരറ്റും കൂടെ ഉണ്ട്. അപ്പം നമ്മുടെ വെള്ളമല്ല തിളച്ച് അതിനകത്തൊരു ശകലം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത്രയും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുക. ഇവിടുത്തെ ക്യാരറ്റിൻ്റെ നിറവായത്. അപ്പം ക്യാരറ്റും കൂടെ കിടന്ന് ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടിയിട്ട് കൊടുക്കാം. ക്യാരറ്റും കൂടി ഇട്ട് നല്ലപോലെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിനകത്ത് പൊടിയിട്ട് കൊടുക്കണം. ഞാൻ വറുത്ത് വെച്ച പൊടിയാണ്. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇപ്പം പൊടിയിട്ട് കൊടുക്കാം. വെള്ളം കൂടുതലൊന്നുമല്ല, അത് വെന്ത് ഇളക്കി വരുമ്പോൾ പരുവത്തിനായി. നമ്മുടെ ഉപ്പുമാവിൻ്റെ നിറമൊക്കെ കണ്ടോ? ഇതിലോട്ട് കാണി ഉണ്ടോ? നമ്മുടെ ഉപ്പുമാവിൻ്റെ പരുവത്തിനുള്ള വെള്ളമല്ലായിരുന്നു. നല്ല കളറും ഒക്കെ ആയിട്ട് ഉപ്പുമാവ് വന്നത് കണ്ടോ? നല്ല ഉപ്പുമാവ് ഉണ്ടോ? പരുവത്തിന് വെള്ളം ശകലം മഞ്ഞപ്പൊടി ഇട്ട്. ഇപ്പം ക്യാരറ്റ് വരട്ടി ഇടാഞ്ഞത് അതങ്ങ് വരണ്ട് ചേർന്ന് പോകും. അതുകൊണ്ടാണ് വേണ്ട. ഇത് മതി. ഉണക്കിയോ നല്ലതാണ്.
അവിടെ ഉപ്പുമാവ് നല്ല പരുവത്തിനായില്ലേ. നല്ല ഉപ്പുമാവ്. ഇന്ന് രാവിലെ ഉപ്പുമാവ്. ഇപ്പം രാവിലെ ചോറ്, ഇന്നലെ അയില കറി വെച്ച് ചക്ക തോരൻ വെച്ച് അതൊക്കെ കൂട്ടി ചോറ് കൊണ്ടുപോകണം. ഉണ്ടോ ഉപ്പുമാവ്? നോക്കിക്കേ എങ്ങനെയുണ്ട്. നല്ല ഉപ്പുമാവല്ലേ, നല്ലപോലെ നല്ല തോർന്ന് ഇരിക്കുന്നതാണ്. നല്ല കളറ്, ക്യാരറ്റിൻ കിടക്കുന്ന നല്ലൊരു കളറ് കാണാൻ പറ്റും. കണ്ട, അപ്പം നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പഴമുണ്ട്, പപ്പടമുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.